മറ്റ് അസുഖങ്ങളൊന്നുമില്ല. അതായത് കൊളസ്ട്രോൾ ഇല്ല, ഡയബറ്റീസ് ഇല്ല, ഹൈപ്പർ ടെൻഷൻ ഇല്ല. പക്ഷെ എന്നിട്ടും ആ വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയോ? ലൈപ്പോ പ്രോട്ടീൻ എന്നുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊരു കൊളസ്ട്രോളിന്റെ ഒരു പ്രോട്ടീൻ ആണെന്ന് പറയാം. സാധാരണ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് LDL, HDL, അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഒക്കെയാണ് അറിയുന്നത്. അതെല്ലാം കൊളസ്ട്രോൾ ആണ്. പക്ഷെ അത് ഇല്ലാത്തവർക്ക് പോലും ലൈപ്പോ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമുക്ക് വലുതായിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ പാരമ്പര്യമാണ്. അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആരാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എല്ലാവരും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു 50 വയസ്സിന്റെ താഴെ, 45 വയസ്സിന്റെ താഴെയൊക്കെ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈപ്പോ പ്രോട്ടീൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് തെറ്റില്ല. അതുപോലെ നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ, നിങ്ങളുടെ രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഇതുപോലെ പെട്ടെന്ന് വളരെ ഏർലി ആയിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലൈപ്പോ പ്രോട്ടീൻ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു വട്ടം മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 50 മില്ലിഗ്രാം മുകളിലാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബാക്കിയുള്ള റിസ്ക് ഫാക്ടർ, നമ്മുടെ ജീവിതത്തിലുള്ള മറ്റ് റിസ്ക് ഫാക്ടർ എല്ലാം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. എന്ത് ചെയ്യണം? പ്രോസസ്ഡ് ഫുഡ്, നമ്മൾ പാക്കറ്റ് ഫുഡ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇല്ലാതാക്കുക. പുകവലി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. 15 മുതൽ 30 മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. അതുപോലെ നല്ല ആഹാരങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മുടെ ആരോഗ്യം ഒരു റിസ്കിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ള റിസ്ക് ഫാക്ടറുകൾ എടുത്തു മാറ്റണം. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയല്ലോ. ധാരാളം ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് ലൈപ്പോ പ്രോട്ടീനെ കുറിച്ച്. അതുപോലെ എന്തുകൊണ്ട് കൊളസ്ട്രോൾ നോർമൽ ആണ്, ഡയബറ്റീസ് ഇല്ല, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഇല്ല, എന്നിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഹാർട്ടിന് എങ്ങനെ ബ്ലോക്ക് ഉണ്ടായി എന്ന് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും.